ബിഗ് ബോസ് മലയാളം സീസൺ 8 എത്തുന്നു. കോമണർ ഓഡിഷനുള്ള അഗ്നിപരീക്ഷ ടാസ്കിനായുള്ള ആപ്ലിക്കേഷനുകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് രജിസ്ട്രേഷന് ശേഷിക്കുന്നത്. ഇതിൽ പ്രധാന ആകർഷണം അഗ്നിപരീക്ഷ വിജയിച്ചാൽ 5ഓളം പേർക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാൻ കഴിയും എന്നതാണ്. എന്നാൽ അഗ്നിപരീക്ഷ ജയിച്ചില്ലെങ്കിലും സ്റ്റാർ ആവാൻ മറ്റൊരവസരമുണ്ട്. അതിങ്ങനെ ചാനൽ പുറത്തിറക്കിയിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് അഗ്നിപരീക്ഷ എപ്പിസോഡുകളായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. 21 എപ്പിസോഡുകൾ അഥവാ ദിവസം 1 എന്ന രീതിയിൽ സംപ്രേഷണം ചെയ്താൽ 3ഓളം ആഴ്ചകൾ അഗ്നിപരീക്ഷ നീണ്ടു നിൽക്കും. അതായത് അഗ്നിപരീക്ഷയിൽ സെലക്ഷൻ കിട്ടിയാലും എപ്പിസോഡുകളിലൂടെ നിങ്ങളെ പ്രേക്ഷകർ അറിയും എന്ന് സാരം. ബിഗ് ബോസ് പ്രവേശനം ലഭിച്ചില്ലെങ്കിലും അഗ്നിപരീക്ഷയിലൂടെ ഫെയിം നേടാനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറാനും കഴിയും. മാത്രമല്ല ഏതാണ്ട് 50-ൽ താഴെ ആളുകളെ വരെ ഒരുപക്ഷെ അഗ്നിപരീക്ഷയിലേക്ക് ക്ഷണിച്ചേക്കാം. അതായത് അത്രയേറെ പേർക്ക് ഈ ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെടാം എന്ന് സാരം. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രേക്ഷകർക്കിടയിൽ ഇത്തവണത്തെ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. അഗ്നിപരീക്ഷയിലൂടെയായാലും ബിഗ് ബോസിലെത്തിയാലും അതിലൂടെ ലഭിക്കുന്ന ഫെയിം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഇനിയും അഗ്നിപരീക്ഷ കോമണർ സെലക്ഷൻ പ്രോസസ്സിനായി അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം അപ്ലൈ ചെയ്തോളൂ. ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ.